നിക്ഷിപ്ത് ഫ്രൈ നിക്ഷിപ്ത് ഫ്രൈ നിക്ഷിപ്ത് ഫ്രൈ നിക്ഷിപ്ത് ഫ്രൈ. എല്ലാവർക്കും നമ്മളെ മൈൻക്രാഫ്റ്റ് വീഡിയോയ്ക്ക് എല്ലാവർക്കും പുതിയ സ്വാഗതം. നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ നിക്ഷിപ്ത് ഫ്രൈ ആണ് ആ വീഡിയോയുടെ പേര്. നിക്ഷിപ്ത് ഫ്രൈ ആവും. ഫ്രൈക്കോ ഫ്രൈ 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 ഫ്രൈ. അതാ ഒരു ചേട്ടാ ചേട്ടാ ഫ്രൈ ഫ്രൈ ആയേ. നിക്ഷിപ്ത് ഫ്രൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കില്ലാൻ മാത്രമേ പാടുള്ളൂ. കില്ല് ചെയ്ത് നമ്മളെ ഈ അയൺസോനെ കൊല്ലണം. ദാറ്റ് ഈസ് ദ ഗെയിം ഓഫ് ദ വേൾഡ്. കൺട്രി നമുക്കിനി എന്തായാലും നേരെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന ചേട്ടൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് നമുക്ക് എന്തായാലും വണ്ടി കത്തിച്ച് വിടാം. ഒരാളിവിടെ ഇല്ലല്ലോ. അയ്യോ അവിടെ എന്തോ കഴുത. ഇന്ന് എല്ലാം ചത്തറേ ചാമൂന്നീസെല്ലാം യമക്ക് നല്ല ദാണ്ട് അവിടെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയിട്ട് ലൗഡ് ആണല്ലേ. ഞാൻ കണ്ട ഇവിടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വാ അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് തന്നെ ശരിക്കും കണ്ടതാണ്. ഞാൻ കള്ളം പറയണതല്ല, നീ ശ്രദ്ധിച്ച് ചെയ്യും. ഞാൻ സത്യമാണ് പറയണത്, സത്യമായിട്ടാണ് ഞാൻ പറയണത്. ആ പുളു അല്ല പറയണത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. യാത്രയ്ക്കൊന്നും ഡയലോഗ് അടിക്കല്ല. ആഹാ ദാണ്ട കുഞ്ഞ് ബേബി ചത്തോ. അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല. ദാണ്ട കൗമാസ്റ്റർ ഒരുത്ത പറയണ ഓടായി. നീ അല്ലടാ അവൻ്റെ അടുത്ത് ഓടാൻ പറഞ്ഞേ. കുത്തം ടാറ്റ ബൈ ബൈ സി. ചത്ത് 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 ചത്തേ. ഫൈനലി കൗസ് ആർ ഡൈഡ്. മോനെ എനിക്ക് മോനെയൊക്കെ കൊല്ലണം. ഇനി നല്ല എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടണം. എനിക്കിപ്പം 4 എക്സ്പീരിയൻസ് പോയിന്റാണ്. നമ്മൾ താഴെ ഒരു വരയൊക്കെ ഉണ്ടാക്കി, ഗ്രീൻ വര. ഇതാണ് എക്സ്പീരിയൻസ് പോയിന്റ്. ബൈ ചത്തു. നമ്മളടുത്ത് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ നിന്നാൽ ചത്തുപോകും. പിന്നെ നമ്മൾ സോംബി മോഡിൽ സോംബീസിനെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് അടിച്ച് പൊട്ടിക്ക്. ലൈക്കും കൂടെ അടിച്ച് പൊട്ടിക്കണം ഗൈസ്. ലൈക്ക് ചെയ്യാൻ പറ്റണം ഗൈസ്. ലൈക്ക് അടിച്ച് പൊട്ടിക്കണം ഗൈസ്. ലൈക്ക് അടിച്ച് പൊട്ടിച്ചാലും നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവരെ എന്നൊക്കെ ഒന്ന് കില്ല് ചെയ്ത് ഇരിക്കണം ഗൈസ്. അതാണ് നമ്മൾ ഇന്നത്തെ ചാലഞ്ച്. ഈ അയൺ സോണിനെ നമ്മളിന്ന് കൊല്ലും കടുത്തു. നമ്മൾ എവിടേക്ക് എത്തിയിട്ടുണ്ട്? കീഴാരും ഇല്ലല്ലോ. കീഴാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓക്കെ ഗൈസ്. നമ്മളെ ഇതായിട്ടുള്ള അയൺ സോണും അയൺ പിക്കാക്സും അയൺ ബോട്ടും. ഈ ക്യാമറ നേരെ ഇരിക്കട്ടെ. അപ്പം നമുക്കെല്ലാവരും എന്നെ കാണാമല്ലോ. വീണ്ടുമായി വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഭയങ്കര പാട് കേട്ടാ. ഈ വെള്ളത്തിനകത്ത് നിൽക്കുമ്പോഴേ നമുക്കിങ്ങനെ സ്വസ്ഥമായിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പം തന്നെ ഓരോ പാമ്പുകൾ ഇറങ്ങി വരും. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിൽക്കായിരുന്നല്ലേ ചുക്കുടു. നമുക്ക് എത്ര ഫുഡായി നോക്കാം. നിങ്ങൾ നോക്കി, നമുക്കൊരു ബെഡ് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര ഷീപ്സിനെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ഇതിനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ അയൺ സോണിനെ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളെ ചാലഞ്ചിഡായിട്ട് എങ്ങനെയുള്ള ഈ അയൺ ടൂൾ എന്ന് പറയുന്ന ഈ സംഭവം നമ്മളെ കില്ല് ചെയ്യണം. യെസ്, നമ്മളെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ട ഇത് നമ്മൾ എങ്ങനെയെങ്കിലും അടിച്ച് പൊട്ടിക്കണം. കവരെ കൂടെ നമ്മളെ സോണ് തീരുമെന്ന് നമ്മളെ റെഡാണെന്ന് തോന്നുന്നപ്പം യു ക്യാൻ ഡു ഡൈഡ്. ആടാ ഇനിയും ഉണ്ടാ അവിടെ ഒരു എന്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. കൊണ്ട് ബേബി ചത്തു മരിച്ചു. ബേബീനെ വിളിച്ച് മര്യാദയ്ക്ക് ആ ബേബിയെ കൊല്ലണ്ടായിരുന്നല്ലേ.
നമുക്കിനി മീനിൻ്റെ അടുത്തോട്ട് പോയാലോ? അവിടെ ഇഷ്ടം പോലെ മീനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ നമുക്ക് നമുക്ക് അവിടെ സ്വസ്ഥ കയറ്റിയിരിക്കാം. നമുക്കിനി അങ്ങോട്ട് പോവാം. കിരിയ 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 കിരിയ. ഇതാണ്ട് ഇഷ്ടം പോലെ മീനുണ്ട്. അടിച്ചു കയറ്. ഇതിനൊക്കില്ലേ. ഓക്സിജൻ മാർ അത്രയ്ക്ക് ഇല്ല. എന്തെങ്കിലും കില്ലി. അയ്യോ ഓക്സിജൻ മാർ. മീൻ പോകുന്നുണ്ട്. നല്ല സോംബീസ് വല്ലതും ഉണ്ടായിരുന്നു. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊന്നു സോണ് നിന്നോന്നിപ്പം. അല്ല അതിൻ്റെ കൂടെ ഞാനും ചത്തുപോയാനെ. എല്ലും ബ്രണ്ണാനായി കണ്ണാനായി അവിടെ ഒന്നും ഉണ്ട് അവിടെ. ഹേ ഗൈസ്, എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താ ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾ കത്തിക്കരയും. ആ ഐഡിയ എന്ന് വെച്ചാൽ നമ്മളതിലൊരു സ്വീറ്റുണ്ട്. ഈ സ്വീറ്റ് വെച്ചാൽ നമുക്ക് കുറേ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് വിളിക്കാൻ പറ്റും. മനസ്സിലായി? ഈ സംഭവം വെച്ചിട്ട് കണ്ട ഈ ബീ പ്ലാന്റ് എൻ്റെ ഇരിക്കുകയാണെങ്കിൽ കോഴികൾ എൻ്റെ അടുത്ത് വരും. ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരൊക്കില്ല സോണങ്ങ് തീർത്താ പോരെ. കീടിലാണ് കേട്ടാ. ഐഡിയ സൂപ്പറായി. നമുക്കിന്ന് എന്തായാലും നമ്മളെന്ന് ഈ ചലഞ്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് പറ്റും ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റും. സൗണ്ട് കൊണ്ട് പോന്നളാവേ. നമുക്ക് എന്തായാലും നമ്മൾ ഇച്ചിരി വീഡ്സ് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. പൂജ 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 ഒറ്റൊരടി കുഞ്ഞു ബീബീസ് പിന്നെ ഒറ്റടിച്ച് ചത്തൂല. രാത്രിയായി വരുന്നുണ്ട്. ഇതാണ്ട് ഒരു ബീബിയും കൂടെ ഉണ്ടല്ലേ. രണ്ടടിയിൽ എല്ലാവരും ചത്തുന്ന ഈ കൊഴി ഈ അയൺ സോണിനെ എങ്ങനെ പൊട്ടിക്കും, എങ്ങനെ എന്ത് ചെയ്യും, എന്തെങ്കിലും നമുക്കറിയാം. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടേക്കണേ. എനിക്ക് അത്രയ്ക്ക് പറ്റുന്നു ഇല്ലല്ലോ. നല്ല എക്സ്പീരിയൻസ്. സോണെടുത്ത കണ്ടെടുത്ത് നീളായി വലിയ പൂച്ചകളാണ്. പാവം കുഞ്ഞു പൂച്ചകളൊക്കെ പാവം. മുന്നാരോളും അതുകൊണ്ട് നിൽക്കില്ല. ഇതും കൂടെ സോണ എങ്ങനെയെങ്കിലും തീർത്താലേ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും തീർത്തിട്ട് കണ്ടാലോ എന്നാണ് എനിക്കുള്ള പ്ലാൻ. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നിക്ഷിപ്ത് ഫ്രൈൻ്റെ ചാപ്റ്റർ 2 ആണെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടേക്കുക. അവിടെ പങ്കിന് വരും. അങ്ങനെ വളരണ്ട. ഇവിടുത്തെ പങ്കിനൊക്കെ നമുക്ക് എല്ലാം ബ്രേക്ക് ചെയ്യാം. സോൺ വെച്ചിട്ട് ഇതെല്ലാം പൊട്ടിക്കാനൊക്കെ പറ്റുമോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കോഴിക്ക് നമ്മൾ ഒരു സ്വീറ്റ് കൊടുത്താണ്. ആ സ്വീറ്റ്സ് കൊടുത്തപ്പം ആ കോഴി നമ്മളത് കഴിച്ചേ. അപ്പോൾ കോഴി കഴിച്ചപ്പോൾ നമുക്ക് കോഴിക്ക് 3 ഹാർട്ട് പ്രത്യക്ഷപ്പെടും. ഇനി അങ്ങനെയല്ലോ ഉണ്ടോ? എനിക്കിത് കണ്ണ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതെന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, നിക്ഷിപ്ത ഫ്രൈഡേ വീഡിയോ ഏകദേശം കഴിയും. സോൺ എങ്ങനെയൊക്കെയോ തീർന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ സംഭവം ഈ ഇലകളൊക്കെ പൊട്ടിച്ച്
എന്തൊക്കെയാണ് എങ്ങനെയാണ് ഇത് ശരിക്കും എങ്ങനെയാണ് തീർത്തെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയാം. കണ്ടോ, ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോയാണ് ഞാൻ അവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. മൈൻഡ് ക്രാഫ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇന്നത്തെ ഈ സോണ് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എന്നിട്ട് ഈ ഏരിയ ഫുൾ ഫിനിഷ് ആക്കാം. വിചാരിച്ചു